ധ്യാൻ ഗപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. എന്താ വെച്ചാൽ ഇതിനൊന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നല്ല എന്താ പറയുക ബഡ് ചെയ്ത തയ്യൊക്കെയാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ ഇത് കവർന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ വേറെ വെക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ എന്താ ചെയ്യുക ബഡ് ചെയ്ത സാധനം നമ്മൾ ഡ്രമ്മിലേക്ക് കയറ്റാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഉള്ളത് ഇതേമാതിരത്തെ ഒരു ഡ്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൽ കുഴിച്ചിടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇതിൽ നിറച്ച് നമ്മൾ ഇതേമാതിരി ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം പുറത്തേക്ക് ഇച്ചിരി ഏറ്റവും അടിയിലല്ല, കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ ഹോൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമുക്ക് ആദ്യം ഇതേമാതിരി കുറച്ച് ചണ്ടി അടിയിലേക്ക് ഏറ്റവും അടിയിൽ ഇടുന്ന കുറച്ച് ചണ്ടി. അപ്പോൾ ആ ചണ്ടി ഇട്ടതിന് ശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതേമാതിരി നമ്മളെ ചേരിത്തുപ്പ്, ഈ ചെകിരീൻ്റെ ഇതുണ്ടല്ലോ, ചേരിപ്പ് ഇതോ എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ. ഇത് പെട്ടെന്ന് വേറെ ഇറങ്ങാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും കൂടിയാണ്. ഇതേമാതിരി ആക്കിയാലും മതി, നമ്മളെ തേങ്ങ പൊളിക്കുന്ന അതിൻ്റെ തൊണ്ടിന്ന് ഇങ്ങനെ വേർപെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരി വളം കൊടുക്കണം. അപ്പോൾ ഇനി എന്തൊക്കെ വളങ്ങൾ എന്തൊക്കെയൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ മുകളിൽ ഇട്ടത് നമ്മൾ ചാണകപ്പൊടിയാണ്. പിന്നെ ഇത് എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാ സാധനവും കൂടി കടലപ്പൊടിയും അങ്ങനെ എല്ലാ ഇതും മിക്സ് ചെയ്തത് വളമാണ്. നമ്മളിത് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ചാണകപ്പൊടി മാത്രം, അത് രണ്ടും കൂടി ഇതിൽ മിക്സ് ചെയ്യണം ആദ്യം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടും കൂടി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 2-3 കൈ വളം ഇതേമാതിരി ചെയ്യുക. അപ്പോൾ ആ വളം ചെയ്യൽ കഴിഞ്ഞ് ഓക്കെ, ഞാൻ അടുത്ത എന്താ ഇടുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് മണ്ണ്, കൂടുതലൊന്നും വേണ്ട, നമുക്ക് ഒരു ഇതിൻ്റെ മുകളിലൊരു ലെയർ പോലെ മാത്രം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതേമാതിരി നോക്കി ഒരു അര ഇഞ്ചോ ഒക്കെ ആ മോഡലിൽ ഇങ്ങനെ ലേശം മണ്ണ് ഇതേമാതിരി ഒന്ന് പാകി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പുല്ല് അത് എന്ത് പുല്ലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ചണ്ടികളോ നമ്മളെ വീട്ടിൽ അടിച്ചു വരുന്ന ചണ്ടിയോ കാര്യങ്ങളോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേമാതിരി വെക്കാം. അപ്പോൾ ഈ ചണ്ടി കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് താന്നു പോകും. ഇത് ഈ മരത്തിന് നമുക്കൊരു നല്ലൊരു വളമായിട്ട് മാറും. അപ്പോൾ അത് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇനി കുറച്ച് ഇതിൻ്റെ മാതിരി ചേരിത്തുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേരിത്തുപ്പ് കുറച്ച് അതേമാതിരി കൊടുത്ത് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, വളം കൊടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേമാതിരി ഒരു 2-3 പിടി വളം കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ഇതിൽ കിട്ടും, നല്ല വളവും കാര്യങ്ങളൊക്കെ ഇതിലേക്കുള്ള എത്തും. അപ്പോൾ അങ്ങനെ കൊടുത്ത് അപ്പോൾ ഇനി ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെടി വെക്കാനുള്ള മണ്ണ് ഇതിൽ ഇതാക്കണം. അപ്പോൾ അതിനുള്ള മണ്ണും കൂടി ഇടാൻ പോവുകയാണ്. അപ്പോൾ അതും ഇതേമാതിരി നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയ ലെയർ പോലെ അതിന് സെറ്റാക്കുക. ഇത് നമുക്ക് ഇങ്ങനെ മണ്ണിട്ട് പൊന്തിച്ച് വെക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏറ്റവും നമ്മൾ ടോപ്പിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ നമ്മളെ ബഡ് ചെയ്തതിൻ്റെ ഇത് നിർത്തുക. അതെന്താ വെച്ചാൽ ഇത് കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് ഈ വളം ആയിട്ട് മാറുമ്പോൾ ഇത് താന്ന് പോകും. അപ്പോൾ നമുക്ക് വീണ്ടും വളങ്ങൾ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നാവുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചണ്ടീൻ്റെ മുകളിലാണ് നമ്മൾ ഇതേമാതിരി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ ഇത്രയും ഹൈറ്റ് ചെയ്ത് എന്താ വെച്ചാൽ നമ്മളെ അടുത്തുള്ള ചെയ്ത അതായത് തൈ ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ മണ്ണും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കവർന്ന് നമ്മൾ അപ്പോൾ നമ്മളെ ഈ കവർന്ന് നമ്മൾ എന്താ ചെയ്യുക, ഇത് വേർപെടുത്തുക. ഇത് നല്ലപോലെ പതുക്കെ നനഞ്ഞൊക്കെ നിൽക്കണോണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ കൂടുതൽ വേരും കാര്യങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടില്ല, കറക്റ്റ് കണ്ടോ എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, കറക്റ്റ് വെച്ച് കൊടുത്തപ്പോൾ നമ്മളെ ഡ്രമ്മിൻ്റെ ഹൈറ്റ്
കറക്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിത് കുറേ കഴിയുമ്പോൾ ഇത് താന്ന് പോകുമ്പോൾ കറക്റ്റ് നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ചുറ്റിലായിട്ട് നമ്മൾ കുറച്ച് പിന്നെ ചണ്ടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുല്ല് വെച്ച് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ വളം കൂടുതലായിട്ട് ഈ ചണ്ടീൻ്റെ വളം തന്നെ കൂടുതലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേമാതിരി ഇങ്ങനെ കൊടുത്ത് അതിന് ശേഷം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ കുറച്ച് വളം കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കുക. അതിപ്പോൾ ഇത് നമ്മൾ ഉള്ളത് മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒന്ന് ഉണ്ടോ ഇതേമാതിരി നല്ല തിക്കായിട്ട് നിന്ന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മണ്ണിടണം. അപ്പോൾ അതിന് കുറച്ച് മതി, ഒരു എന്താ പറയുക ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് ഹൈറ്റിൽ മണ്ണ് മതി. അപ്പോൾ അതും കൂടി ഇട്ട് നല്ല ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുക. ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത വളം ചെയ്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു എന്താ പറയുക നമുക്കൊരു 2 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മളിപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ വെയിലോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇതിലേക്ക് വല്ലാതെ ചൂടോ കാര്യങ്ങളൊന്നും തട്ടാതെ വെക്കാൻ വേണ്ടി നമ്മൾ ഈ മുകളിൽ കുറച്ച് പിന്നെ നമ്മളെ ചേരിത്തുപ്പിൻ്റെ ഇതും കൂടി നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കുന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ മേടിച്ച് അവിടെ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഏകദേശം അടുത്ത വർഷം തന്നെ നല്ലപോലെ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം തന്നെ കായ ഇതിൽ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ അടുത്ത വീഡിയോയിൽ. ബൈ.